ഹലോ ഗൈസ്, വെൽക്കം ബാക്ക് ടു അവർ ചാനൽ. അപ്പോൾ എല്ലാവരും സുഖമായിട്ട് സേഫായിട്ടൊക്കെ ഇരിക്കാമെന്ന് വിചാരിക്കുന്നു. അപ്പോൾ ഞങ്ങൾ ഇപ്പം ഗുരുവായൂർ പോകാൻ പോവാണ്. 8 മണിക്ക് എന്തോ 8:15 ആണ് ട്രെയിൻ ടിക്കറ്റ്. അപ്പോൾ 6 മണി 6:15 ആകുമ്പോൾ ഇവിടെ നിന്ന് ഇറങ്ങും. എന്തോ എനിക്ക് കറക്റ്റ് ടൈം അറിഞ്ഞുകൂടാ. അപ്പോൾ ഞാൻ അതിന് ഇടാനായിട്ടുള്ള ഡ്രസ്സും കാര്യങ്ങളൊക്കെ സെറ്റാക്കിക്കൊണ്ടിരിക്കുകയാണ്. എനിക്ക് പച്ച ഇഷ്ടമല്ലെന്ന് പറഞ്ഞിട്ട് അങ്ങനെ ഞങ്ങൾ റെഡിയായി. ഇനി റെയിൽവേ സ്റ്റേഷനിലോട്ട് പോവാം. കായംകുളം റെയിൽവേ സ്റ്റേഷനിൽ നിന്നാണ് ഞങ്ങൾ ട്രെയിൻ കയറുന്നത്. അപ്പോൾ ഞങ്ങളുടെ കൂട്ടത്തിൽ കൊച്ചച്ഛനും കുഞ്ഞമ്മയും സുകുമാരനും കൂടി ഉണ്ട്. ഞങ്ങൾ ഇത്രയും കൂടെയാണ് വരുന്നത്. അപ്പോൾ അവരുടെ കൂട്ടത്തിൽ അവരുടെ ഓട്ടോയിലായിരിക്കും നമ്മൾ കായംകുളം വരെ പോകുന്നത്. പിന്നെ അവിടെ നിന്ന് ട്രെയിൻ. ഇതാണ് നമുക്ക് പോകേണ്ടത്. ചെന്നൈ സെൻട്രൽ ഫോക്കസ് ഷാലിമാർ
അങ്ങനെ ഞങ്ങളൊരു 1 മണിക്ക് മുന്നേ ഒരു 12:30 12:45 ആ ഒരു ടൈമൊക്കെ ആയപ്പോഴത്തേക്ക് ഞങ്ങൾ ഗുരുവായൂരെത്തി. ഗുരുവായൂർ റെയിൽവേ സ്റ്റേഷനിലെത്തിയിട്ട് അവിടെ നിന്ന് അടുത്തായിട്ടാണ് അമ്പലം. അപ്പോൾ കുറച്ച് നടന്നാൽ മതി. അങ്ങനെ നടന്ന് അവിടെ ഒരുപാട് സ്ഥലങ്ങളുണ്ട് സർക്കാരിൻ്റെ ആയിട്ട് നമുക്ക് ഡ്രസ്സ് ചെയ്യാനും ഫ്രഷ് ആവാനും ഒക്കെ ഉള്ള. അങ്ങനെ അവിടെ ചെന്ന് കുറച്ച് പൈസ കൊടുത്താൽ മതി. അങ്ങനെ അവിടെ പോയി അവിടെ ചെന്ന് ഞങ്ങൾ ഫ്രഷായി ഡ്രസ്സൊക്കെ ചെയ്തിട്ട് അമ്പലത്തിൽ കയറി വന്ന്. ഞായറാഴ്ച ആയതുകൊണ്ട് തന്നെ ഭയങ്കര തിരക്കായിരുന്നു. കുറേ നേരം ക്യൂ ഒക്കെ നിൽക്കേണ്ടി വന്നു. അങ്ങനെ ഞങ്ങൾ അമ്പലത്തിൽ പോയി തൊഴുത്. പിന്നെ അതിനടുത്ത് മമ്മിയൂർ ശിവക്ഷേത്രമുണ്ട്, അവിടെയും പോയി. അവിടെയും തൊഴുതിട്ട് വന്ന് ഞങ്ങൾ ബ്രേക്ക്ഫാസ്റ്റ് കഴിച്ചു. നമുക്ക് ഫോണൊന്നും അലൗഡ് ആയിരുന്നില്ല അമ്പലത്തിൽ തൊഴാൻ കയറുമ്പോൾ. അതുകൊണ്ട് നമ്മൾ ഡ്രസ്സ് ചെയ്യാനായിട്ട് വന്ന് അവിടെയാണ് നമ്മൾ ഫോണും കാര്യങ്ങളും എല്ലാം അവിടെ കൊടുത്തിട്ടാണ് വരുന്നത്. അതുകൊണ്ട് എനിക്ക് ആ ഒരു നമ്മൾ മമ്മിയൂർ ശിവക്ഷേത്രത്തിൽ പോയതും ഫുഡ് കഴിച്ച വീഡിയോസൊന്നും എനിക്ക് എടുക്കാൻ പറ്റിയില്ല, ഫോൺ കയ്യിലുണ്ടായിരുന്നില്ല. പിന്നെ പോയിട്ട് വന്ന് വീണ്ടും ഫോണൊക്കെ എടുത്തിട്ട് ഞങ്ങൾ ഒന്നും കൂടി അമ്പലത്തിനകത്ത് കയറിയിട്ടാണ് പിന്നെ നമ്മൾ അമ്പലത്തിലെ ആ ഒരു ചുറ്റുവട്ടത്തുള്ള വീഡിയോസൊക്കെ എടുക്കുന്നത്. ഹാലിലൊന്നും ഇല്ല. കൃഷ്ണ ഗുരുവായൂരപ്പ. കൃഷ്ണ ഗുരുവായൂരപ്പ. കൊല്ലം തെക്കുംപാലം വന്നിട്ടുള്ള അനന്തുളസി ക്ഷേത്രത്തിലെ ക്ഷേത്ര പരിസരത്തുണ്ടെങ്കിൽ ക്ഷേത്രത്തിന് കിഴക്കേനുള്ള எவ்வளோ இருக்குது? அது சின்னது 70 ரூபா, 10 கிலோ 24 போதும், 5 கிலோ 250.
ഇതെങ്ങനെയാണല്ലേ? 140. ഞങ്ങൾ അമ്പലത്തിൽ ഞങ്ങൾക്ക് ദർശനം കിട്ടിയത് 5:15 ആയ സമയത്തായിരുന്നു. ഭയങ്കര തിരക്കായിരുന്നു. ഞങ്ങൾ ഒരുപാട് നേരം അവിടെ ക്യൂവിൽ നിൽക്കേണ്ടി വന്നു. നിൽക്കല്ല, കുറേ നേരം ഇരിക്കേണ്ടി വന്നു ക്യൂവിൽ. ഒരു 1.5 മണിക്കൂർ വരെ ഞങ്ങൾ നിൽക്കേണ്ടി വന്നായിരുന്നു. പിന്നെ അത് കഴിഞ്ഞിട്ടാണ് ഞങ്ങൾക്ക് ദർശനമൊക്കെ കിട്ടിയത്. അതൊക്കെ കഴിഞ്ഞ് പിന്നെ നമ്മൾ കുറേ നേരമൊക്കെ അവിടെയൊക്കെ സ്പെൻഡ് ചെയ്ത് കറങ്ങിയൊക്കെ ശേഷമാണ് തിരിച്ച് വരുന്നത്. തിരിച്ച് നമ്മൾ തൃശ്ശൂർ വരെ പ്രൈവറ്റ് ബസ്സിലാണ് കേട്ടോ വന്നത്. വരുന്ന വഴിക്കാണ് അവിടെ തൃശ്ശൂർ ആ സംഭവം കണ്ടത്. പ്ലാസ്റ്റിക് വേസ്റ്റ് അവയർനെസ്സിന് വേണ്ടിയിട്ടുള്ള കുറേ കാര്യങ്ങൾ ഹാപ്പി ന്യൂ ഇയർ എന്നൊക്കെ എഴുതിയൊക്കെ വെച്ചിട്ടുണ്ടായിരുന്നു. പിന്നെ ഞങ്ങൾ അവിടുന്ന് ഒരു ബസ് യാത്രയായിരുന്നു പ്രൈവറ്റ് ബസ്സിൽ. പ്രൈവറ്റ് ബസ് ഭയങ്കര സ്പീഡായിരിക്കുമല്ലോ, പിന്നെ പാട്ടും സ്പീഡുമാണ് പ്രൈവറ്റ് ബസ്സിൻ്റെ മെയിൻ. അപ്പോൾ അത് രണ്ടും ഉണ്ടായിരുന്നു. അങ്ങനെ പിന്നെ നല്ല ക്ഷീണം ഉണ്ടായിരുന്നു, ഉറക്ക ക്ഷീണം. കാരണം നമ്മൾ തലേ ദിവസം വൈകുന്നേരത്ത് 6:30 ആയപ്പോൾ ഞങ്ങൾ വീട്ടിൽ നിന്ന് 6:30 6:45 ആയപ്പോഴത്തേക്കും വീട്ടിൽ നിന്ന് ഇറങ്ങിയതാണ്. അപ്പോൾ അന്നേരം തൊട്ടുള്ള ക്ഷീണമുണ്ട്, പിന്നെ ഉറക്കം കറക്റ്റ് ആയിട്ടില്ലായിരുന്നു. അങ്ങനെ ഞങ്ങൾ പിന്നെ തൃശ്ശൂർ ടൗണിലെത്തി. അവിടുന്ന് പിന്നെ നടന്നാട്ടോ പോയത്. അവിടുന്ന് ഓട്ടോ ഉണ്ടായിരുന്നു, നമുക്ക് അതിനെക്കുറിച്ച് അറിയത്തില്ലായിരുന്നു. ഞങ്ങൾ ഇച്ചിരി ദൂരമുള്ളെന്ന് പറഞ്ഞിട്ട് ഇച്ചിരി ഉള്ളൂ, എന്നാലും ഇച്ചിരി കൂടെ ഉണ്ടായിരുന്നു. അവിടുന്ന് നമുക്ക് തൃശ്ശൂർ റെയിൽവേ സ്റ്റേഷൻ വരെ ഞങ്ങൾ നടന്നാണ് ഓട്ടോ പോയത്. പിന്നെ കുഴപ്പമൊന്നും ഉണ്ടായിരുന്നില്ല. ആ സമയമൊക്കെ എനിക്ക് തോന്നുന്നു ഒരു 9:30 ആയിക്കാണ് ഞങ്ങൾ ആ ഒരു സ്ഥലത്തെത്തിയപ്പോൾ. എനിക്ക് എല്ലാ ടൈമും കറക്റ്റായിട്ട് നോക്കണം എന്ന് വിചാരിച്ചായിരുന്നു, പക്ഷേ ഞാൻ അങ്ങനെ കറക്റ്റായിട്ട് നോക്കിയില്ല. എപ്പോഴെങ്കിലും കുറച്ച് നടന്നിട്ടൊക്കെയാണ് ഞാൻ സമയമൊക്കെ നോക്കുകയൊക്കെ ചെയ്തത്. അപ്പോൾ എൻ്റെ ഒരു ഊഹം ശരിയാണെന്നുണ്ട് ഒരു 9:30 ഒരു ടൈമൊക്കെ ആയപ്പോഴത്തേക്ക് ഞങ്ങളിങ്ങനെ നടന്നുകൊണ്ടിരിക്കുകയായിരുന്നു. അപ്പോൾ കടകളൊന്നും തുറന്നില്ല, ഞായറാഴ്ച ആയതുകൊണ്ടാണോ എന്തോ അറിയാൻ വയ്യ, കടകളൊക്കെ ഓപ്പൺ ആയിട്ടില്ലായിരുന്നു. അതോ സമയമാവാത്തതുകൊണ്ടാണോ എന്നും അറിയാൻ വയ്യ. അങ്ങനെ പിന്നെ ഞങ്ങൾ നടന്ന് ഒരുവിധം ഞങ്ങൾ റെയിൽവേ സ്റ്റേഷൻ്റെ അടുത്ത് എത്തി. പിന്നെ അവിടുന്ന് നമ്മൾ പിന്നെ ടിക്കറ്റൊക്കെ എടുത്ത് കുറച്ച് നേരം 1 മണിക്കൂർ ഞങ്ങൾ റെയിൽവേ സ്റ്റേഷനിലിരുന്നു. 1 മണിക്കൂർ കഴിഞ്ഞിട്ടേ ഉണ്ടായിരുന്നുള്ളൂ ട്രെയിന്. ഞങ്ങൾ ഇങ്ങോട്ട് വരാൻ നേരത്ത് ഞങ്ങൾക്ക് സീറ്റൊക്കെ കിട്ടാൻ വലിയ പാടായിരുന്നു. ആദ്യം ഒരു എറണാകുളമൊക്കെ അടുത്ത് എനിക്ക് ആദ്യം കിട്ടി സീറ്റ്, പിന്നെ എല്ലാവർക്കും കിട്ടിയപ്പോഴത്തേക്കും എറണാകുളമൊക്കെ കഴിഞ്ഞായിരുന്നു. അങ്ങനെ ഞങ്ങൾ 1 മണിക്കൂർ അവിടെ ഇരുന്ന്. ഉറക്കക്ഷീണമൊക്കെ ഉണ്ടായതുകൊണ്ടും ഫുൾ എനിക്കൊരു ക്ഷീണമാണ്. കാരണം എൻ്റെ ലൈഫിൽ തന്നെ ഫസ്റ്റായിട്ടാണ് ഇത്രയും ലോങ് ആയിട്ട് ട്രിപ്പ് ചെയ്യാൻ പോകുന്നത്. ആദ്യമായിട്ടാണ് ട്രെയിനിൽ കയറുന്നത്, പിന്നെ ഗുരുവായൂർ പോകുന്നത് ഫസ്റ്റാണ്. അപ്പോൾ എല്ലാം കൊണ്ടും ഫസ്റ്റ് എക്സ്പീരിയൻസ് ആയതുകൊണ്ട് എനിക്ക് നല്ല ക്ഷീണം തിരിച്ചു വന്നപ്പോൾ ഉണ്ടായിരുന്നു. അങ്ങോട്ട് പോയപ്പോൾ ഒരു കുഴപ്പമൊന്നുമില്ല, തിരിച്ചു വന്നപ്പോൾ നല്ല ക്ഷീണം ഉണ്ടായിരുന്നു, നല്ലോണം ഉറങ്ങുന്നുണ്ടായിരുന്നു. എന്തായാലും എനിക്ക് ഈ ട്രെയിനിൽ സൈഡ് സീറ്റ് ഇരിക്കണമെന്ന് ഭയങ്കര ഒരു ആഗ്രഹമായിരുന്നു. അങ്ങോട്ട് പോയപ്പം കിട്ടിയേനെ, പക്ഷേ ജസ്റ്റ് മിസ്സായിപ്പോയി സൈഡ് സീറ്റ്. തിരിച്ച് വന്നപ്പോഴത്തേക്കും ഒരു മാമൻ, ഒരു അപ്പൂപ്പനാണ് അവിടെ ഒരു സൈഡ് സീറ്റ് ഇരുന്നത്. അപ്പോൾ ഞാൻ പറഞ്ഞായിരുന്നു എനിക്ക് സീറ്റ് തരണേന്ന്. അങ്ങനെ എനിക്ക് സീറ്റ് തന്നു. ഞങ്ങൾ അങ്ങോട്ടും ഇങ്ങോട്ടും എൻ്റെ സീറ്റ് അങ്ങോട്ടും കൊടുത്ത് ഞാൻ ഈ സീറ്റിൽ വന്നിരുന്ന് സൈഡ് സീറ്റിലേക്ക് ഇരുന്ന് കാഴ്ചയൊക്കെ കണ്ട്. പിന്നെ ഞങ്ങൾ തിരിച്ച് വരാൻ നേരത്ത് വലിയ പാടൊന്നും ഉണ്ടായിരുന്നില്ല. അങ്ങനെ ഞങ്ങൾ കായംകുളത്ത് റെയിൽവേ സ്റ്റേഷനിലെത്തി. പിന്നെ ഞങ്ങൾ അവിടുന്ന് വണ്ടി പാർക്ക് ചെയ്തിട്ടുണ്ടായിരുന്നു. ടോക്കണൊക്കെ കൊടുത്തിട്ട് വണ്ടിയൊക്കെ എടുത്ത് പിന്നെ അവിടുന്ന് കായംകുളത്ത് നിന്ന് തന്നെ ഞങ്ങൾ ഫുഡൊക്കെ കഴിച്ചിട്ട് പിന്നെ നേരെ വീട്ടിലോട്ടുള്ളൊരു യാത്രയായിരുന്നു. അത് കഴിഞ്ഞിട്ട് പിന്നെ കട്ടി സുഖമായിട്ട് കുറേ ഉറങ്ങി. അപ്പോൾ അത്രയൊക്കെ ഉള്ളൂ നമ്മുടെ ഫസ്റ്റ് ഗുരുവായൂർ ട്രിപ്പ്, എൻ്റെ ഫസ്റ്റ് ഗുരുവായൂർ ട്രിപ്പ്. വീട്ടിലെല്ലാവരും നേരത്തെ പോയിട്ടുണ്ടായിരുന്നു. അപ്പോൾ അത്രയൊക്കെ നടത്തിയിട്ട് കാണാതെ ടാറ്റാ.